ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ ഇന്ന് ഡേ 16 നമ്മുടെ 30-30 ചാലഞ്ചിലെ നമുക്ക് ഇന്നത്തെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ GK ക്വസ്റ്റ്യൻസ് ഡേ 16, 15 ഡേയ്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് 16th ഡേ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കൂ. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ആയത് കാരണം അവർക്കും കൂടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി അവർക്കും കൂടെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഏതായിരുന്നു 16th ഡേയിലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ്? യുറേനിയം, പ്ലൂട്ടോണിയം. ഈ രണ്ട് പദാർത്ഥങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? യുറേനിയം, പ്ലൂട്ടോണിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം. ഏതെല്ലാം? യുറേനിയം, പ്ലൂട്ടോണിയം എന്നുള്ള രണ്ട് പദാർത്ഥങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകൾ ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകൾ ആയി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ്? ബോറോൺ, കാഡ്മിയം. ബോറോണും കാഡ്മിയവും ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ബോറോണും കാഡ്മിയവും ആണ്. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ എന്നറിയപ്പെടുന്ന റിയാക്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ എന്നറിയപ്പെടുന്ന റിയാക്ടർ ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? അപ്സര എന്ന പേരിലുള്ള റിയാക്ടറാണ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ഓക്കെ, ഏതായിരുന്നു? അപ്സര. ക്ലിയർ ആണല്ലോ? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം, പ്ലൂട്ടോണിയം ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായി ഉപയോഗിക്കുന്നത് ബോറോൺ, കാഡ്മിയമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ഏതാണ്? അപ്സര റിയാക്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബലത്തിൻ്റെ യൂണിറ്റ്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. CGS യൂണിറ്റ് ഡൈൻ. ഓക്കെ, ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലം ആണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? ന്യൂക്ലിയർ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. ഓക്കെ, ആദ്യം നമ്മൾ കണ്ടത് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം. ഇത് ദുർബലവും ഇത് ശക്തവുമാണ്. ദുർബലമായത് ഭൂഗുരുത്വാകർഷണ ബലമാണ്, ശക്തമായത് ന്യൂക്ലിയർ ബലവുമാണ്. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇടയിലുള്ള ബലം. ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഇടയിലുള്ള ബലം ഏതാണ്? ന്യൂക്ലിയർ ബലമാണ് ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഇടയിലുള്ള ബലം. ഏതായിരുന്നു? ന്യൂക്ലിയർ ബലം. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. എയ്ത്ത് ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ ബലത്തിൻ്റെ യൂണിറ്റ്. ന്യൂക്ലിയർ ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഫെർമിയാണ്
ന്യൂക്ലിയർ ബലത്തിൻ്റെ യൂണിറ്റ്. ന്യൂക്ലിയർ ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഫെർമിയാണ് ന്യൂക്ലിയർ ബലത്തിൻ്റെ യൂണിറ്റ്. 9th ക്വസ്റ്റ്യൻ, ചലനത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്താൻ ശ്രമിച്ച വ്യക്തി. ചലനത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്താൻ ശ്രമിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഗലീലിയോ ഗലീലിയാണ് ചലനത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്താൻ ശ്രമിച്ച വ്യക്തി. ഓക്കെ, ചലനത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്താൻ ശ്രമിച്ച വ്യക്തി ആരാണ്? ഗലീലിയോ ഗലീലിയാണ് ചലനത്തെക്കുറിച്ച് ആദ്യമായി പഠനം നടത്താൻ ശ്രമിച്ച വ്യക്തി. 10th ക്വസ്റ്റ്യൻ, ചലന നിയമങ്ങൾ കൊണ്ടുവന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ചലന നിയമങ്ങൾ കൊണ്ടുവന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? 10th ക്വസ്റ്റ്യൻ ആണ്. ചലന നിയമങ്ങൾ കൊണ്ടുവന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ കൊണ്ടുവന്നത്. ചലന നിയമങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ന്യൂട്ടൺ ആണ് ചലന നിയമങ്ങൾ കൊണ്ടുവന്നത്. 11th ക്വസ്റ്റ്യൻ ആണ്. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 12th വൺ, രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? പാൻക്രിയാസ് ആണ് ഗ്ലൂക്കോസിൻ്റെ ലെവല് നിയന്ത്രിക്കുന്നത് രക്തത്തിലെ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു 12th ക്വസ്റ്റ്യൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? പാൻക്രിയാസ് ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. 13th ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഏതാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം? സോഡിയമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം. ഓക്കെ, നമ്മുടെ ലോഹങ്ങളിൽ ചിലത് പുറത്ത് വയ്ക്കാൻ പാടില്ല, എയർ ടച്ച് ചെയ്യാൻ പാടില്ല, വാട്ടർ ടച്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഓരോ നമ്മൾ സൂക്ഷിച്ചിട്ടല്ലേ സ്റ്റോർ ചെയ്യുക. അതേപോലെ മണ്ണെണ്ണയിൽ കെറോസിനിൽ സൂക്ഷിക്കുന്ന ലോഹം മെറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? സോഡിയം ആണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം. 14th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഏതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല? ഏതാണ്? പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല. 15th ക്വസ്റ്റ്യൻ, ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയിലെ അല്ല, കേരളത്തിലെയാണ് കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യയിലെ അല്ല, കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. അത് പത്തനംതിട്ടയാണ്. ഓക്കെ, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു പോയതാണ്, സോറി. ഇന്ത്യയിലെ അല്ല, അവിടെ വരേണ്ടത് ഏതാണ്? കേരളത്തിലെയാണ് അവിടെ വരേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ അല്ല, കേരളത്തിലെ. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ഇന്ത്യയിലല്ല കേട്ടോ, അത് മാറ്റിയിട്ട് കേരളത്തിലെ എന്നുള്ളതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? പത്തനംതിട്ടയാണ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th വൺ, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഭാനു അത്തയ്യ ആണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഭാനു അത്തയ്യയാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഭാനു അത്തയ്യയാണ് ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത. 17th ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ 22 ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലാതെയും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷ 22 ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. 18th ക്വസ്റ്റ്യൻ, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? റിസർവ് ബാങ്ക് ആണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്. 19th ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? രാജസ്ഥാൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം. ഏതായിരുന്നു? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഒലിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഒലിവർ ട്വിസ്റ്റ്? ചാൾസ് ഡിക്കൻസിൻ്റെ ആണ് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റ് എന്ന ബുക്ക് ആരുടേതാണ് എന്നാണ് ചോദ്യം. ആരുടേതാണ്? ചാൾസ് ഡിക്കൻസിൻ്റെ ആണ് ഒലിവർ ട്വിസ്റ്റ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായി തിരഞ്ഞെടുക്കപ്പെട്ട നദി. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായി തിരഞ്ഞെടുക്കപ്പെട്ട നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഉങ്കോട്ട് നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായി തിരഞ്ഞെടുക്കപ്പെട്ട നദി. ഉങ്കോട്ട് നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ എന്ന സ്ഥലത്താണ് കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത്. കണ്ണൂർ ജില്ലയിലെ കുറ്റിയാട്ടൂർ എന്ന സ്ഥലത്താണ് കേരളത്തിൽ മാംഗോ പാർക്ക് നിലവിൽ വരുന്നത്. 23rd ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി ഏതാണ്? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി. സ്വപ്നക്കൂട് എന്ന പേരിലാണ് പ്രത്യേക കോടതി മുറി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ആണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി. സ്വപ്നക്കൂട് എന്ന പേരിലാണ് പ്രത്യേക കോടതി മുറി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th വൺ, സർക്കാരിന് നൽകുന്ന അപേക്ഷകളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച വാക്ക്. അതായത് സർക്കാരുകൾക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ആ അപേക്ഷയിൽ നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ച ഒരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? താഴ്മയായി എന്നുള്ള വാക്കാണ് അപേക്ഷകളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വാക്ക്. താഴ്മയായി. സർക്കാരിന് നൽകുന്ന അപേക്ഷകളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ച വാക്ക് ഏതാണ്? താഴ്മയായി എന്നുള്ളതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ചിഹ്നം ഭാഗ്യചിഹ്നം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ചില്ലു എന്ന അണ്ണാൻ കുഞ്ഞാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. അണ്ണാൻ കുഞ്ഞാണ് പേര്. ചില്ലു എന്ന അണ്ണാൻ കുഞ്ഞാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. 26ാമത്തെ ക്വസ്റ്റ്യൻ, 2022 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം. 2022 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ത്രിപുരയിലെ ദിസ്പാര ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം. ത്രിപുരയിലെ ദിസ്പാര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൗരോർജം മാത്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ. സൗരോർജം മാത്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ഏതാണ്? ആര്യഭട്ടയാണ് സൗരോർജം മാത്രം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ. 28th ക്വസ്റ്റ്യൻ, ആദ്യ മുട്ടത്ത് വർക്കി അവാർഡ് നേടിയത് ആര്? ആദ്യ മുട്ടത്ത് വർക്കി അവാർഡ് നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്?
OV വിജയനാണ് ആദ്യ മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ പ്രേം നസീർ പുരസ്കാര ജേതാവ്. ആദ്യത്തെ പ്രേം നസീർ പുരസ്കാര ജേതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? KJ യേശുദാസിനാണ് ആദ്യ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത്. 30th ക്വസ്റ്റ്യൻ, ആദ്യ സ്വാതി പുരസ്കാരം ജേതാവ്. ആദ്യ സ്വാതി പുരസ്കാര ജേതാവ് ആര് എന്നാണ് ചോദ്യം. ആരാണ്? ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് ആദ്യ സ്വാതി പുരസ്കാരം ലഭിച്ച വ്യക്തി. ഓക്കെ, ആദ്യ മുട്ടത്ത് വർക്കി അവാർഡ് നേടിയത് OV വിജയനാണ്. ആദ്യ പ്രേം നസീർ പുരസ്കാരം നേടിയത് KJ യേശുദാസ് ആണ്. ആദ്യ സ്വാതി പുരസ്കാര ജേതാവ് ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 30 GK ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഡേ 16-ലെ. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഡേ 17-ൽ അടുത്ത 30 GK ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.